അലീന സ്റ്റാലി തന്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവന്നതറിഞ്ഞ് സ്റ്റാലിയുടെ ഭാര്യയും മക്കളും സ്റ്റാലിയുടെ വീട്ടിലെത്തുന്ന സംഭവ ബഹുലമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഉച്ച തിരിഞ്ഞപ്പോ സ്റ്റാലിയുടെ വീട്ടുമുറ്റത്ത് ഒരു കാറ് വരും. അന്നേരം അവിടുത്തെ കാര്യസ്ഥൻ ആന്റെ ഒപ്പം നോക്കുമ്പോ സ്റ്റാലിയുടെ മകൾ ഡാനിയ മോളും സ്റ്റാലിയുടെ ഭാര്യയുടെ സഹോദരി റീതാമയും ആയിരിക്കും. ഇവരെ കണ്ടതും ആന്റപ്പൻ ഓടി സ്റ്റാലിയുടെ അടുത്ത് പറയും, കേണൽ സാറേ, റീതാമ കൊച്ചമ്മയും ഡാനിയ മോളും എന്ന് ആന്റപ്പൻ പറയുമ്പോ സ്റ്റാലി സോഫയിൽ നിന്ന് എഴുന്നേൽക്കും. എന്നിട്ട് സ്റ്റാലി ചോദിക്കും, അവരെവിടെ? അത് പിന്നെ സാറേ, അവര് കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹാ, അതിനിപ്പോ എന്താ, അവര് വരട്ടെ, നീ പോയി നിന്റെ പണി നോക്ക് എന്ന് സ്റ്റാലി പറയുമ്പോ ആന്റപ്പൻ വാതിലൊക്കെ ചാരിയിട്ട് പോകും. അങ്ങനെ അല്പസമയം കഴിയുമ്പോ സ്റ്റാലിയുടെ റൂമിന്റെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കും. അന്നേരം സ്റ്റാലി പറയും, യെസ് കമ്മിങ് എന്ന് പറയുമ്പോ സ്റ്റാലിയുടെ മകൾ ഡാനിയമോളും സ്റ്റാലിയുടെ ഭാര്യയുടെ സിസ്റ്റർ റീത്താമ്മയും അങ്ങോട്ട് കടന്നു വരികയാണ്. അന്നേരം സ്റ്റാലി ആവട്ടെ സോഫയിൽ ഇരിക്കുന്നു. അതിനടുത്ത് മദ്യക്കുപ്പികളും സ്റ്റാലിക്ക് ചുറ്റുമുള്ള സോഫയിൽ മൊത്തം നായ്ക്കളും. ഗുഡ് ഈവനിങ് പപ്പ. വെരി ഗുഡ് ഈവനിങ് മോളെ. റീതാമ്മേ, ഗുഡ് ഈവനിങ്, ഇരിക്കൂ എന്ന് സ്റ്റാലി പറയുമ്പോ റീതാമ്മ പറയും, ഈ പട്ടികളൊക്കെ നിരങ്ങിയ സോഫയിൽ വേണോ ഞങ്ങൾ ഇരിക്കാനായിട്ട്? അതിന് റീതാമ്മേ, ഇതൊക്കെ അന്തസ്സുള്ള പട്ടികളാണ് എന്ന് സ്റ്റാലി പറയും. അന്നേരം റീതാമ്മ പറയുന്നുണ്ട്, സി സ്റ്റാലി, ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ കുറച്ച് വിവരങ്ങൾ അറിഞ്ഞു. സ്റ്റാലി ഏതോ വെപ്പാട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നു എന്ന്. ഇത് കേട്ടതും സ്റ്റാലിയുടെ മുഖക്കെ അങ്ങ് ചുവന്നു. ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ തന്നേക്കാം. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കോളണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണെന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ചുവിടുന്ന് പുറത്താക്കും എന്നൊക്കെ സ്റ്റാലി ദേഷ്യത്തിൽ റീതാമ്മയോട് പറയുമ്പോ റീതാമ്മ പറയും, നീ ഇപ്പൊ കാണിച്ച ഈ മര്യാദക്കേട് അത് കാണിച്ചപ്പോ നിനക്കൊരു കുഴപ്പമില്ലേ? നീ ആരെയാണ് സ്റ്റാലി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ആ പെണ്ണ്? അപ്പൊ സ്റ്റാലി പറയും, ഇങ്ങനെ അന്തസ്സായി ചോദിച്ചാ അന്തസ്സുള്ള മറുപടി ഞാനങ്ങ് തരും. അവൾ ആരാന്നല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാ കേട്ടോ, അവൾ എന്റെ മകളാണ്, ഈ സ്റ്റാലി ജോസഫിന്റെ മകൾ. ഇതാണോ സ്റ്റാലി നിന്റെ അന്തസ്സുള്ള മറുപടി? നിനക്കിപ്പോ എത്ര മക്കളുണ്ട് എന്ന് റീതാമ്മ ചോദിക്കും. എനിക്കിപ്പോ 4 മക്കളുണ്ട്. ഹോഹോ, ഞങ്ങളുടെ അറിവിൽ നിനക്ക് 3 മക്കളായിരുന്നല്ലോ. ഇപ്പോൾ ഒരെണ്ണം എവിടെന്ന് വന്നു? എന്റെ പെങ്ങൾ എൽസമ്മ, അവള് 3 മക്കളെയാണ് പെറ്റത്. നമ്മുടെ കുടുംബക്കാർക്കും അതാണ് അറിയാവുന്നത്. സ്റ്റാലി എൽസമ്മയല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചത് ഞങ്ങളുടെ അറിവിലില്ല. അപ്പൊ സ്റ്റാലി പറയുന്നുണ്ട്, എൽസമ്മയല്ലാതെ വേറൊരു പെണ്ണ് സ്റ്റാലിയുടെ മകളെ പ്രസവിച്ചെന്ന് നിങ്ങൾ കരുതിയാ മതി. അത് എവിടുത്തെ അന്തസ്സാ സ്റ്റാലി? നായ്ക്കളുടെ അന്തസ്സിനെ കുറിച്ച് നീ പറഞ്ഞല്ലോ. ഇത് പട്ടാളക്കാരന്റെ അന്തസ്സാണോ അതോ കൊട്ടാരമറ്റത്ത് തറവാട്ടിന്റെ അന്തസ്സോ? റീതാമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ സ്റ്റാലി കുറച്ച് ക്ഷീണിതനായി. റീതാമ്മ പറയുന്നത് ന്യായാണ്. അതിനി താൻ തർക്കുത്തരം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നയാൾക്ക് തോന്നും. അങ്ങനെ സ്റ്റാലി നേരെ വിഷയത്തിലേക്ക് വന്നു. റീതാമ്മയ്ക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? ഇവിടെ കിടന്ന് വെറുതെ നാവിട്ട് അലക്കരുത്. ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനങ്ങ് ഉത്തരം തരും. അപ്പൊ റീതാമ്മ ചോദിക്കും, ഇനി എത്ര വെപ്പാട്ടിമാരും മക്കളും വരാനുണ്ട്? അതറിഞ്ഞ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട്. വെപ്പാട്ടി എന്ന പ്രയോഗമൊന്നും ഇവിടെ കേട്ടു പോകരുത് എന്ന് സ്റ്റാലി താക്കീത് നൽകി. ദേ നോക്ക് സ്റ്റാലി, ഇതുവരെ ഇല്ലാത്ത മകൾ ഇപ്പോൾ എവിടുന്ന് പൊട്ടിമുളച്ചു വന്നു എന്നാ ഞങ്ങൾക്ക് അറിയണ്ടേ? റീതാമ്മയുടെ സ്വരത്തിൽ രോഷം തിളച്ചു. അത് പിന്നെ ഞാൻ എൽസാമയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അതിൽ സംഭവിച്ചതാ. എങ്കി പിന്നെ നിനക്കത് ആദ്യമേ പറയാമായിരുന്നില്ലേ? നീ പിന്നെ എന്തിനാടാ എന്റെ പെങ്ങളുടെ ജീവിതം തകർത്തത്? നിനക്ക് അവളെ തന്നെ വിവാഹം കഴിച്ചങ്ങ് ജീവിച്ചൂടായിരുന്നോ? അപ്പൊ സ്റ്റാലി പറയും, അങ്ങനെയായിരുന്നു ആഗ്രഹം, പക്ഷെ അന്ന് നടന്നില്ല. സ്റ്റാലി ഗൗരവം വിടാതെ പറഞ്ഞു, ഹോ അങ്ങനെയാണോ? ഇനി എൽസാമി മക്കളും എന്തു ചെയ്യണം അതുകൂടി അങ്ങ് പറഞ്ഞേക്ക്. അവരൊന്നും ചെയ്യണ്ട. അവരിപ്പോ എങ്ങനെയാണ് ജീവിക്കുന്നേ അതുപോലെ അങ്ങ് ജീവിച്ചാ മതി. അവർക്ക് വേണ്ട പണക്കെ ഞാൻ അയച്ചു കൊടുത്തോളാം. അങ്ങനെ പണം കൊടുത്ത് എന്റെ പെങ്ങളെയും മക്കളെയും നീ ഒതുക്കാമെന്ന് കരുതേണ്ട സ്റ്റാലി. ഞാൻ ഇനിയും ഇവിടെ വരും. അത് നിന്റെ ഭാര്യ എൽസമ്മയെയും നിന്റെ 3 മക്കളെയും കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞ് റീതാമ്മ ടാനിയമോളെയും കൂട്ടി റൂമിൽ നിന്ന് അങ്ങ് പോകും. വാ മോളെ, ഇങ്ങനെ ഒരു പപ്പയുടെ മകളായി ജനിച്ചതാ നിന്റെ ശാപം എന്ന് പറഞ്ഞാണ് റീതാമ്മ ടാനിയമോളെയും കൂട്ടി പോകുന്നത്. അന്നേരം ഇടനായിൽ ആന്റപ്പനെ കണ്ടു. റീതാമ്മ ചോദിച്ചു, എനിക്കൊന്ന് അവളെ കാണണം. ഇവിടെ ഒരുത്തി മകളെന്നും പറഞ്ഞ് വലിഞ്ഞു കയറി താമസിക്കുന്നില്ലേ? എവിടെ ആന്റപ്പ അവളുടെ റൂം എന്ന് റീതാമ്മ ചോദിച്ചപ്പോ ആന്റപ്പ ശബ്ദിച്ചില്ല. റൂം കൈകൊണ്ട് ചൂണ്ടി കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ അലീനയുടെ റൂമിലേക്ക് പോകുമ്പോ അലീന കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരാണ്. അന്നേരം അവരെ കണ്ട് അലീന ഒന്ന് ഞെട്ടും. പ്രത്യേകിച്ച് സ്റ്റാലിയുടെ ഇളയ മകൾ ടാനിയ മോളെ കണ്ട്. ടാനിയുടെ അതേ മുഖച്ഛായായിരിക്കും അലീനയ്ക്കും. റീതാമ്മ അലീനയെ അടിമുടി നോക്കി. ആദ്യ ഒരു അന്താളിപ്പ് അവർക്ക് തോന്നി. സ്റ്റാലിയുടെ അമ്മച്ചിയെ അവർ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അതേ മുഖച്ഛായം തന്നെയായിരിക്കും അലീനയ്ക്കും.
അതുകൊണ്ടൊക്കെ തന്നെ ഇത് സ്റ്റാലിയുടെ മകളാണെന്നതിൽ അവർക്ക് യാതൊരു സംശയമില്ല. എന്താടി നിന്റെ പേര്? റീതാം അധികാര സ്വരത്തോട് ചോദിച്ചു. അലീന പേര് പറഞ്ഞു. സ്റ്റാലിയുടെ സ്വത്ത് മോഹിച്ചല്ലേടി നിന്റെ ഈ വരവ്. പക്ഷെ നീ ഒന്നോർത്തോ, ഒരു 2 മാസം പോലും നീ ഇവിടെ തികക്കില്ല. അതിനു മുമ്പ് ഞാൻ നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും. നീ നോക്കിക്കോ. അപ്പോൾ അലീന അതിശയത്തോട് ചോദിക്കും, ആരാ? എനിക്ക് മനസ്സിലായില്ല. ആരെന്നൊക്കെ നീ അറിയാൻ പോകുന്നതേ ഉള്ളേടി എന്ന് പറഞ്ഞ് അലീനെ തുറിച്ചു നോക്കി അവരങ്ങ് പോകാണ്. അന്നേരം അലീന ആന്റപ്പനോട് ചോദിക്കും, ആന്റപ്പൻ ചേട്ടാ, ഇപ്പൊ പോയതാരാ എന്ന് ചോദിക്കുമ്പോ ആന്റപ്പൻ പറയും, അത് മോളെ, അത് കേണൽ സാറിന്റെ മകളും ഭാര്യയുടെ സഹോദരി റീതാമ കൊച്ചമ്മയുമാണ്. ആണോ? എനിക്ക് അറിയില്ലായിരുന്നു അവൾ എന്റെ അനുജത്തിയാണെന്ന്. ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല ആന്റപ്പൻ ചേട്ടാ എന്ന് അലീന പറയുമ്പോ ആന്റപ്പൻ പറയും, എന്റെ കുഞ്ഞെ, അതിനോടൊന്നും മിണ്ടാത്തതാണ് നല്ലത്. മനുഷ്യജീവികളോടെല്ലാം വെറുപ്പാണെന്ന് തോന്നും അതിന്റെയൊക്കെ സംസാരം കേട്ടാ. അപ്പോൾ അലീന ചോദിക്കും, അതെന്താ ആന്റപ്പ ചേട്ടാ പപ്പയുടെ ഭാര്യ ഇങ്ങോട്ട് വരാതെ അവരുടെ സഹോദരി വന്നത്? അത് പിന്നെ കുഞ്ഞെ, കുഞ്ഞെന്നോട് ഒന്നും ചോദിക്കണ്ട, എല്ലാം കേണൽ സാറ് പറയും എന്ന് പറഞ്ഞ് ആന്റപ്പൻ അവിടുന്ന് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് റീതാമ്മ വീട്ടിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം സ്റ്റാലിയുടെ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും എല്ലാരോടും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോ സ്റ്റാലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അവിടെ വല്ലാണ്ടങ്ങ് ദേഷ്യം വരും. അങ്ങനെ സ്റ്റാലിയുടെ ഭാര്യ എലിസമ്മയുടെ സഹോദരന്മാര് പറയും, നമ്മുടെ പെങ്ങളെ ചതിച്ച അവനെ വെറുതെ വിടരുത്. ആ പെണ്ണിനെ നമ്മൾ ഏത് മുഖേനയും അവിടുന്ന് പുറത്താക്കിയിരിക്കും. വിളിക്കാനുള്ളവരെല്ലാം വിളിച്ച് നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ സേവിച്ചൻ പറയാണ്. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് സ്റ്റാലിയുടെ അപ്പച്ചൻ ഔദോക്കുട്ടി വരും. ഔദോക്കുട്ടിയെ കണ്ട് അലീന ഓടി വല്യപ്പച്ചന്റെ അടുത്തേക്ക് പോകും. വല്യപ്പച്ചൻ വേഗം ഇങ്ങ് പോന്നോ. പിന്നെ പോരാതെ മോളെ, എന്റെ ചിന്നമ്മയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയണ വല്യപ്പച്ചൻ. ചിന്നമ്മ എന്ന് പറയുന്നത് സ്റ്റാലിയുടെ അമ്മച്ചിയാണ്. സ്റ്റാലിയുടെ അമ്മച്ചിയുടെ അതേ രൂപാണ് അലീനയ്ക്ക്. അതുകൊണ്ടൊക്കെ തന്നെ സ്റ്റാലിയുടെ അമ്മച്ചിയുടെ മുഖം അലീനയിലൂടെയാണ് അവര് കാണുന്നത്. അങ്ങനെ ഔദോക്കുട്ടി ചോദിക്കും, പിന്നെ എന്തൊക്കെയാ മോളെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഞാൻ പോയ ശേഷമുള്ള വിശേഷങ്ങളൊക്കെ പറ, വല്യപ്പച്ചൻ കേക്കട്ടെ എന്നയാൾ പറയുമ്പോ അലീന റീത്താമ്മയും ടാനിയമ്മോള് വന്ന കാര്യങ്ങളൊക്കെ അവിടെ വല്യപ്പച്ചന്റെ അടുത്ത് പറയുന്നുണ്ട്. അയ്യോ മോളെ, അവരെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവരിനി അടങ്ങിയിരിക്കുന്നു തോന്നില്ല. തല്ലാനും കൊല്ലാനും തയ്യാറായി നിൽക്കുന്ന കുടുംബാണ് ലാലച്ചന്റെ ഭാര്യ വീട്ടുകാർ. അധികം വഴുകാതെ അവരിങ്ങോട്ട് വരും. അപ്പോൾ അലീന ചോദിക്കും, അവരെന്നെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല വല്യപ്പച്ച. ഇനി പറഞ്ഞയച്ചാലും ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിച്ച്. എന്നാൽ ഇപ്പോ അത് നടന്നു. ഇനി ഇവിടുന്ന് പോകേണ്ടി വന്നാലും പോകാൻ ഞാൻ തയ്യാറാണ് വല്യപ്പച്ച എന്ന് അലീന നിറ കണ്ണുകളോടെ പറയും. ഇത് കേൾക്കുമ്പോ ഔദക്കുട്ടിക്ക് അവിടെ സങ്കടാകും. ഔദക്കുട്ടി പറയും, 23 വർഷക്കാലം എന്റെ മോളൊരു അനാഥയായിട്ടല്ലേ ജീവിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ മോള് ജീവിതത്തിൽ അനുഭവിച്ചു. എന്നാൽ ഇനി നിന്നെ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാൻ ഞാനും ലാലച്ചനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞയച്ചാലും ലാലച്ചൻ നിന്നെ ഇവിടുന്ന് വിടാൻ പോകുന്നില്ല മോളെ. കാരണം അവന് നിന്നെ അത്രമാത്രം ഇഷ്ടാണ്. അതുകൊണ്ടാണ് അവൻ നിന്റെ അടുത്ത് ഒന്നും എതിർത്ത് പറയാത്തെ. അവരെന്തായാലും വരട്ടെ, ബാക്കിയൊക്കെ നമുക്ക് അപ്പൊ തീരുമാനിക്കാം. മോള് പോയി കിടന്നോ എന്ന് പറഞ്ഞ് ഔദക്കുട്ടി അകത്തേക്ക് പോകും. അന്നേരം അലീന ചിന്തിക്കും, ഈശ്വരാ, എന്റെ അമ്മയുടെ ജീവിതം ഞാൻ കാണുന്ന ഇല്ലാണ്ടായി. ഇനി അതുപോലെ ആകുമോ എന്റെ പപ്പയുടെ ജീവിതവും എന്നൊക്കെ ഓർത്ത് അലീനാകെ സങ്കടത്തിലായിരിക്കും. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അതിരാവിലെ ആകുമ്പോ വാഹനങ്ങളുടെ ശബ്ദം കേട്ട് ഔദക്കുട്ടി ജനവാതിൽക്കൽ വന്നു നോക്കും. ആരാ വല്യപ്പച്ച? അലീന ചോദിച്ചു. കാണണമെങ്കിൽ ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞ് ഔദക്കുട്ടി അലീനെ കൈകാട്ടി വിളിച്ചു. അലീനെ ജനൽക്കിലെത്തി. 3 കാറുകൾ, 2 ജീപ്പ്, ഒരു ബൈക്ക്. വാഹനങ്ങളുടെ ഡോറ് തുറന്ന് ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി വരുന്നു. ഒരു കാറിൽ നിന്ന് പള്ളിയിലച്ഛനും മറ്റൊരു കാറിൽ രാഷ്ട്രീയക്കാരെല്ലാം പുറത്തിറങ്ങുന്നുണ്ട്. ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് റീതാമ്മയും സ്റ്റാലിയുടെ ഭാര്യ എൽസമ്മയും അവരുടെ മക്കളും ആങ്ങളമാരും. അന്നേരം ഔദക്കുട്ടി പറയും, മോളെ അലീനെ, ഇത് സ്റ്റാലിയുടെ ഭാര്യയുടെ വീട്ടുകാരാണ്. ആണോ വല്യപ്പച്ച? ഇതിലേതാണ് എന്റെ പപ്പയുടെ ഭാര്യ? അതൊക്കെ പറയാം. തൽക്കാലം നീ ഈ റൂമിനകത്ത് തന്നെ ഇരുന്നാ മതി. അവര് രണ്ടും കൽപ്പിച്ചാ വന്നത് എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ ഡൈനിങ് ഹാളിലേക്ക് പോകും. അലീന അന്നേരം ജനൽക്ക് തന്നെ നിന്നു. അങ്ങനെ അവരെല്ലാം അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം അലീന കാണുന്നുണ്ട്, മധ്യവയസ്കയായ ഒരു സ്ത്രീ സാരിയെല്ലാം എടുത്തു വന്ന് നിൽക്കുന്നു. അവൾക്ക് പിന്നിൽ ടാനിയമോളും ടെൽസമോളും. ഇത് സ്റ്റാലിയുടെ ഭാര്യയും മക്കളാണെന്ന് അലീനയ്ക്ക് അവിടെ മനസ്സിലായി. അങ്ങനെ എൽസമ്മയ്ക്ക് പുറകെ നിൽക്കുന്ന ടെൽസമോള് എൽസമ്മയോട് കൈ ചൂണ്ടി കാണിച്ചിട്ട് പറയും, മമ്മി ഇതേ നിൽക്കുന്ന ആ ചേച്ചി എന്ന് പറയുമ്പോ എൽസമ്മ സ്റ്റാലിയുടെ ഭാര്യ അലീനെ തന്നെ നോക്കി നിക്കാണ്. അലീന പതിയെ എൽസമ്മയുടെ അടുത്തേക്ക് പോന്നു.
എൽസമ്മ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എൽസമ്മ മറ്റെന്തോ ഓർമ്മയിലേക്ക് വഴുതി വീണെന്ന് അലീനയ്ക്ക് അവിടെ മനസ്സിലായി. പെട്ടെന്ന് അലീനയ്ക്ക് നേരെയുള്ള എൽസമ്മയുടെ മുഖഭാവം അങ്ങ് മാറുന്നുണ്ട്. വെറുപ്പും ദേഷ്യവും അവരുടെ മുഖത്തുണ്ടായിരിക്കും. അന്നേരം എൽസമ്മയുടെ സഹോദരി റീത്തമ്മ പറയും, എൽസമ്മേ, കണ്ട അലവലാതി പെണ്ണുങ്ങളെ നോക്കി നിൽക്കാതെ നീ ഇങ്ങോട്ട് വന്നേ. നമുക്ക് ആദ്യം കാണേണ്ടത് നിന്റെ ഭർത്താവ് സ്റ്റാലിയാണ് എന്നൊക്കെ പറഞ്ഞ് റീത്താമ്മ എൽസമ്മയും കുട്ടി സ്റ്റാലിയുടെ അടുത്തേക്ക് പോകും. അന്നേരം സ്റ്റാലിയുടെ ഇളയ മകൾ ടെസമോൾ അവിടെ ഉണ്ടാകും. 17 വയസ്സുണ്ടെങ്കിലും അവൾക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധി വളർച്ചയില്ല. നഖമൊക്കെ കടിച്ചുകൊണ്ട് പുഞ്ചിരിയോട് കൂടി അവൾ അലീനയോട് ചോദിക്കും, ചേച്ചി, ചേച്ചി എന്റെ പപ്പയുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോ അലീനയുടെ കണ്ണൊക്കെ നിറയും. അലീന ചിന്തിക്കും, എന്റെ പപ്പയുടെ മകൾ, എന്റെ അനുജത്തി എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് അലീന അവളെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, അതേ മോളെ, ഞാൻ നിന്റെ പപ്പയുടെ മകളാണ്, നിന്റെ ചേച്ചി എന്ന് പറഞ്ഞ് അലീന അവളെ കെട്ടിപ്പിടിക്കും. അന്നേരം അത് കണ്ടോണ്ട് റീത്താമ്മ അങ്ങോട്ട് വരും. ടെൽസേ എന്ന് ദേഷ്യത്തിൽ വിളിച്ച് അവൾ ഒരുപാട് ശകാരിക്കുന്നുണ്ട്. നീ എന്തിനാടി ഇവളെയൊക്കെ കെട്ടിപ്പിടിക്കാൻ പോയത്? ഒരു വീക്ക് വച്ച് തന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് റീതാമ്മ അവളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അന്നേരം അലീനയ്ക്ക് അവിടെ വലിയ സങ്കടമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പിന്നീട് സ്റ്റാലിയുടെ ഭാര്യയുടെ വീട്ടുകാരും പള്ളിയിലച്ഛനും MLA, രാഷ്ട്രീയക്കാര്, അങ്ങനെ എല്ലാവരും സ്റ്റാലിയുടെ റൂമിലേക്ക് പോകും. അപ്പൊ സ്റ്റാലി പറയും, വരണം വരണം, ഇരിക്കൂ എന്ന് പറയുമ്പോ എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചു. ഇനി ഓരോരുത്തർക്കായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളത് എന്ന് സ്റ്റാലി ചോദിക്കുമ്പോ പള്ളിയിലച്ഛൻ സ്റ്റാലിയോട് ചോദിക്കും, എന്തൊക്കെയാ മിസ്സസ് സ്റ്റാലി ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇപ്പൊ തനിച്ചാണ് താമസം എന്നയാൾ ചോദിച്ചു. അപ്പൊ സ്റ്റാലി പറയും, അല്ല, എന്റെ കൂടെ വേറെ ചില മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. അപ്പൊ MLA ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാ നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ? അപ്പൊ സ്റ്റാലി പറയും, എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. സി, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, തലയിൽ കുത്തി നിറച്ച് കുറെ അസംബന്ധങ്ങളുമായിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് പെരുമാറണമെങ്കിൽ മാത്രം നിങ്ങളുടെ സംസാരം എങ്ങനെയാണോ അതിനനുസരിച്ച് എന്റെ ഭാഗത്തുനിന്ന് ഒരു മാന്യതയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാ മതി. അപ്പൊ എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ പറയും, നിങ്ങളൊരു പെണ്ണിനെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന വിവരം അതേപറ്റി ചോദ്യം ചെയ്യാൻ വേണ്ടിയാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ സ്റ്റാലി പറയും, വെയിറ്റ് വെയിറ്റ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാലി റൂമിൽ നിന്ന് പോയി അലീനെ അവർക്ക് മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് സ്റ്റാലി പറയുന്നുണ്ട്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ ഞാനീ പറയുന്നേ. ഇനി ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് പറയാണ്. ഈ നിൽക്കുന്നത് എന്റെ മകളാണ്, പേര് അലീന, വയസ്സ് 24. ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത്. അന്നേരം അലീന തന്റെ മുമ്പിലുള്ള ആൾക്കൂട്ടത്തിലേക്ക് നോക്കി. എല്ലാവരുടെയും നോട്ടം തന്റെ നേർക്കാണെന്ന് അവക്ക് മനസ്സിലായി. അങ്ങനെ സ്റ്റാലി പറയും, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സംശയം കൂടി ഞാനങ്ങ് തീർത്തു തരാം. എന്റെ ഈ മകൾ ജീവിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയില്ലായിരുന്നു. ഒരു ഓർഫനേജിലാണ് ഇവളെ ഇത്രയും കാലം താമസിച്ചത്. എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുട്ടിയാണ് ഈ നിൽക്കുന്ന അലീന എന്ന് സ്റ്റാലി പറഞ്ഞു. ഈ കഥയൊന്നും മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, എലിസബയുടെ സഹോദരൻ ദേഷ്യത്തോട് ചോദിച്ചു. അപ്പൊ സ്റ്റാലി പറയും, അന്ന് എനിക്കത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ റീതാമ്മ ചോദിക്കും, നീ എന്റെ അനുജത്തിയെ ഇത്ര കാലം ചതിക്കുകയല്ലായിരുന്നോ? നിന്റെ സ്ഥാനത്ത് ഇവളാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ നിന്റെ പ്രതികരണം എന്തായിരിക്കുമായിരുന്നു എന്ന് റീതാമ്മ ചോദിച്ചപ്പോ അത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് സ്റ്റാലിക്ക് തോന്നി. ആ ചോദ്യത്തിന് മുമ്പിൽ അയാളൊന്ന് ക്ഷീണിതനായി. അന്നേരം സ്റ്റീഫൻ ചോദിക്കും, ഇവൾ നിങ്ങളുടെ മകളാണെന്നതിൽ എന്തുറപ്പാണുള്ളത്? അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി സംശയമുള്ളവർക്ക് വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യാം. അപ്പൊ എൽസമ്മയുടെ സഹോദരി ആൻമരിയുടെ ഭർത്താവ് മൈക്കിൾ ചോദിക്കും, ഇത്രയും കാലം ഓർഫനേജിൽ താമസിച്ച ഇവളെ ഇപ്പൊ എന്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തു? അവിടെ തന്നെ അങ്ങ് താമസിപ്പിച്ചാ പോരായിരുന്നോ എന്നാലും ചോദിച്ചു. സ്റ്റാലിക്കാണെങ്കിലോ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. സ്റ്റാലി പറയുന്നുണ്ട്, 10-23 വർഷക്കാലം അച്ഛനും അമ്മയും ഉണ്ടായിട്ടും ഒരു അനാഥയെ പോലെയാണ് എന്റെ മകൾ ജീവിച്ചത്. ഇനിയും എന്റെ മോളെ ഒരു അനാഥയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ എന്റെ കൂടെ എന്റെ മകളായിട്ട് ഇവിടെ ജീവിക്കും. അതിലിനിയിപ്പോ ആർക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു വന്നാലും ഞാൻ അതൊന്നും മൈൻഡാക്കാൻ പോകുന്നില്ല. അപ്പൊ ഫാദർ പറയും, മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങൾക്കിപ്പോ ഒരു ഫാമിലി ഉള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇവളെ എവിടെന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിച്ചൂടെ എന്നാലും ചോദിക്കുമ്പോ സ്റ്റാലി പറയും, അങ്ങനെ മാറ്റി താമസിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇവളുടെ കൂടെ താമസിക്കാനാണ്. അവൾ ഇനിയുള്ള കാലെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം എന്ന് സ്റ്റാലി പറയുമ്പോ അലീനയുടെ കണ്ണൊക്കെ നിറയും. പപ്പ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോവാണ്. അങ്ങനെ സ്റ്റാലി പറയും, മോളെ, നീ അകത്തേക്ക് പോയിക്കോ. അങ്ങനെ പോകാൻ വരട്ടെ, ഇവളോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്.
അന്നേരം സ്റ്റാലി പറയും, ഇവളോടാരും ഒന്നും സംസാരിക്കണ്ട. ഇവൾക്ക് നേരെയുള്ള മോശമായ നോട്ടമോ വാക്കുകളോ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. നീ പൊയ്ക്കോ മോളെ എന്ന് സ്റ്റാലി പറയുമ്പോ അലീന അങ്ങ് അകത്തേക്ക് പോകും. അങ്ങനെ എലിസമ്മയുടെ സഹോദരൻ അച്ഛൻ കുഞ്ഞ് പറയുന്നുണ്ട്, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. പക്ഷെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. 3/4 നിന്റെ മക്കളുടെയും നിന്റെ ഭാര്യയുടെയും പേരിൽ എഴുതി വെക്കണം. അപ്പൊ ശാലി ചോദിക്കും, അപ്പോൾ അലീനയ്ക്കോ? അവൾ എന്റെ മകളാണല്ലോ. ഹോ, അവൾക്കിനി സ്വത്തുകൾ കൊടുക്കാത്തൊരു കുറവേ ഉള്ളൂ. കുപ്പയിൽ നിന്ന് വന്നവൾക്ക് എന്തിനാ ശാലി സ്വത്തുവകകളൊക്കെ? അല്ലെങ്കിൽ നിനക്ക് അത്രയ്ക്ക് നിർബന്ധാണെങ്കിൽ 3/4 എൽസമ്മയ്ക്കും മക്കൾക്കും നിന്റെ ഒരു ഭാഗം ഷെയർ നീ അതങ്ങ് അവൾക്ക് കൊടുത്തോ. ഈ ഡീല് നീ ഓക്കെ ആണെങ്കിൽ പിന്നീട് ഒരു അവകാശം പറഞ്ഞു പോലും ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ല. അപ്പൊ ശാലി ആവട്ടെ പൊട്ടിച്ചിരിക്കും, കൊള്ളാലോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ പേടി എന്റെ സ്വത്തുക്കൾ മൊത്തം എന്റെ മകൾ അലീനയ്ക്ക് പോകുമോ എന്നതിലാണ്. കൊള്ളാലോ എന്തായാലും. എന്നാ നിങ്ങൾ കേട്ടോ, എന്റെ സ്വത്തുക്കളൊന്നും ഞാനിപ്പോ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. സമയമാകുമ്പോ ആർക്ക് കൊടുക്കണം, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ നിങ്ങൾ പോകാൻ നോക്ക്. ഇനി ഇതും പറഞ്ഞ് ഒരൊറ്റെണ്ണം പോലും ഇങ്ങോട്ട് വന്നു പോകരുത് എന്ന് സ്റ്റാലി ദേഷ്യത്തിൽ പറയും. അപ്പൊ റീതാമ്മ ചോദിക്കും, അതെങ്ങനെ ശരിയാകും സ്റ്റാലി? നിന്റെ ഭാര്യയും മക്കളെ നോക്കേണ്ടത് നിന്റെ കടമയല്ലേ? അവർക്ക് ചെലവിന് കൊടുക്കേണ്ടത് നീ അല്ലേ? അതൊക്കെ ശരി തന്നെ, അവർക്ക് വേണ്ടതെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും സമയം കളയാതെ പോകാൻ നോക്ക്. എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റം ഇല്ല എന്ന് സ്റ്റാലി പറയുമ്പോ അവരെല്ലാം എഴുന്നേൽക്കും. അപ്പോൾ എൽസമ്മ അവരുടെ സഹോദരങ്ങൾ പറയുന്നുണ്ട്, ഇത് ഇവിടെ കൊണ്ട് തീരുമെന്ന് നിങ്ങൾ കരുതേണ്ട സ്റ്റാലി. ഇനി എന്ത് വേണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോകുന്നത് കാണിച്ചാണ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും സ്റ്റാലിയുടെ ഭാര്യയുടെ സഹോദരന്മാർ ഇതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല. അലീനെ പുറത്താക്കാൻ ഏതറ്റം വരെ പോകാനും അവര് തയ്യാറാണ്. അപ്പോൾ വരാനിരിക്കുന്നത് അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.